വിദ്യാർത്ഥികളെ, സമ്മേറ്റീവ് അസസ്മെൻറ്റ് 2025-26 4ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 സ്റ്റേറ്റ് സ്പോർട്ട് ഫെസ്റ്റ് ആണ്. ദ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 3000 meter race by 4 students in State Sports Fest 2025 is given below. താഴെ തന്നിരിക്കുന്നത് എന്താണ്? 3000 മീറ്റർ റേസിൽ പങ്കെടുത്ത 4 സ്റ്റുഡൻസ് അവരെടുത്ത ടൈമാണ് തന്നിരിക്കുന്നത്. ഇവിടെ 4 കുട്ടികളുടെ പേര് തന്നിട്ടുണ്ട്. ഷാരോൺ രാജു, മുഹമ്മദ് ബഷീർ, റോമൽ ഷാജി, ജഗന്നാഥൻ. ഈ ടൈം നിങ്ങൾ നോക്കുക. ഹു വോൺ ദ റേസ്? ഈ റേസിൽ ആരായിരിക്കും ജയിച്ചിട്ടുണ്ടാവുക? അതായത് ഇവിടെ ജയിക്കുക എങ്ങനെയാണ്? ഏറ്റവും പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തുന്നവരാണ് ജയിക്കുക. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിയിരിക്കുന്നത് ആരാണ്? ജഗന്നാഥനാണ് അല്ലേ? ജഗന്നാഥൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ 3000 meter ഫൈനൽ വാസ് ഓൺ Thursday 23rd October 2025. റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് Thursday ദാറ്റ് കംസ് ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3000 മീറ്റർ ഫൈനൽ നടക്കുന്നത് Thursday 23rd Thursday ആണ്, October 2025. റൈറ്റ് ദ ഡേറ്റ്സ് ഓഫ് Thursday ദാറ്റ് കം ജസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. അതിന് മുമ്പുണ്ടായിരുന്ന തേഴ്സ്ഡേയുടെയും ശേഷം വരുന്ന തേഴ്സ്ഡേയുടെയും ഡേറ്റുകൾ എഴുതാനാണ്. അതിന് മുമ്പുണ്ടായിരുന്നത് 23rd ആണെങ്കിൽ, ഇപ്പം ഉള്ളത് 23rd ആണെങ്കിൽ അതിന് മുമ്പുണ്ടായിരുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും. ഇനി വരുന്നത് എത്രയായിരിക്കും? 30 ആയിരിക്കും. 16ഉം 30. ഇനി സി ക്വസ്റ്റ്യൻ, ഡ്രോ ദ ടൈം 3:45 ഓൺ ദ ക്ലോക്ക്. 3:45 എങ്ങനെയാണ്? സ്മോൾ സൂചി 3യിലേക്കും അവർ സൂചി 3യിലേക്കും 45 എങ്ങോട്ടായിരിക്കും? നീളമുള്ളത് 45 9ലേക്കും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതായത് 3:45 അല്ലേ? കുഞ്ഞിത് വലുത്. ഓക്കെ, 3 hour and 45 minutes. അപ്പോൾ 3:45 എന്നാണ് വേണ്ടത്. ഇനി അടുത്ത ഡി ക്വസ്റ്റ്യൻ, പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ ടൈം ഫോർ 4 hour 45 minutes 15 seconds ഓൺ ദ ഗിവൺ ക്ലോക്സ്. ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഏതാണ്? 4 hour 45 minutes 15 seconds. നെക്സ്റ്റ് ആക്ടിവിറ്റി 2A ആണ് തന്നിരിക്കുന്നത്. സഞ്ജയിക ഡെപ്പോസിറ്റ് ആണ്. ദ സഞ്ജയിക ഡെപ്പോസിറ്റ് കളക്റ്റഡ് ഫ്രം ദ ക്ലാസ്സസ് ഓഫ് നീലമല LP സ്കൂൾ ഈസ് ഗിവൺ ബിലോ. സഞ്ജയിക ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തതാണ് നീലമല LP സ്കൂളിലെ. വിച്ച് ക്ലാസ് കളക്ട് ദ ഹയസ്റ്റ് എമൗണ്ട്? ഈ ക്ലാസ്സിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് കളക്ട് ചെയ്തത് ഏത് ക്ലാസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ക്ലാസ് 2 ആണ് അല്ലേ? 4245 ക്ലാസ് 2 ആണ് ചെയ്തിരിക്കുന്നത്. ബി അറേഞ്ച് ദ എമൗണ്ട് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ലാർജിൽ നിന്ന് സ്മോളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജിൽ നിന്ന് സ്മോളിലേക്ക്. അപ്പോൾ 4245. നെക്സ്റ്റ് ഏതാ വന്നത്? 4238. നെക്സ്റ്റ് 3200. ലാസ്റ്റ് 2150. ഇങ്ങനെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് കളക്റ്റഡ് ഫ്രം ക്ലാസ് 1 and 2? 1ാം ക്ലാസ്സും 2ാം ക്ലാസ്സും എത്രയാണ് കളക്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ കൂടി പ്ലസ് ചെയ്യുക. രണ്ടും കൂടെ കൂടി പ്ലസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6395 എന്ന് ഉത്തരം കിട്ടും. ഇനി ഡി ക്വസ്റ്റ്യൻ, ഹൗ മച്ച് മോർ ഈസ് ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 4 ദാൻ ദ എമൗണ്ട് ഗോട്ട് ഫ്രം ക്ലാസ് 3? 4ാം ക്ലാസ്സിനേക്കാളും എത്ര കൂടുതലാണ്? 3ാം ക്ലാസ്സിനേക്കാളും എത്ര കൂടുതലാണ് 4ാം ക്ലാസ് എടുത്തേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4ാം ക്ലാസ്സിൽ നിന്ന് 3ാം ക്ലാസ്സിലേക്കുള്ളത് മൈനസ് ചെയ്യാം അല്ലേ? അപ്പോൾ 4238 നിന്ന് 3200 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1030 എന്ന് കിട്ടും. ഇനി പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് പാറ്റേൺ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് പാറ്റേൺ എന്നുള്ളതാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് പാറ്റേൺ. 2
6 7 2 8 2 9. കണ്ടോ, ഇതാണ് കറക്റ്റ് പാറ്റേൺ എന്നുള്ളത്. ഇനി ആക്ടിവിറ്റി 2B പ്ലേ ഗ്രൗണ്ട് ആണ്. ഇവിടെയും തന്നിരിക്കുന്നത് നന്മ ക്ലബ് സ്റ്റാർട്ടഡ് എ തട്ടുകട ടു റേസ് ഫണ്ട്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്ലേ ഗ്രൗണ്ട്. ദ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ദ ഷോപ്പ് ഈച്ച് ഡേ ഈസ് ഗിവൺ ബിലോ. അവിടെ തന്നിരിക്കുന്നത് ഓരോ ഡേയിലെയും കളക്ട് ചെയ്തിരിക്കുന്ന കളക്റ്റഡ് ഫ്രം ദ ഷോപ്പ് ഈച്ച് ഡേ ഈസ് ഗിവൺ ബിലോ ഫണ്ടുകളാണ് തന്നിരിക്കുന്നത് ഓരോ ഡേയിലെയും. അപ്പോൾ വിച്ച് ഡേ ഡിഡ് ദ ഗെറ്റ് ദ ഹയസ്റ്റ് എമൗണ്ട്, ഏത് ഡേ ആയിരിക്കും എന്താണ് ഹയസ്റ്റ് എമൗണ്ട് കിട്ടിയേക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ദിവസമായിരിക്കും? തേഴ്സ്ഡേ ആണ് ഹയസ്റ്റ് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്. 8,980 ആണ്. ഈ ക്വസ്റ്റ്യൻ അറേഞ്ച് ദ എമൗണ്ട് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സ്മോളിൽ നിന്ന് ലാർജിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്മോളിൽ നിന്ന് ലാർജിലേക്ക് നമുക്ക് 7,455. പിന്നെ ഏതാണ് വരുന്നത്? 7,985. അടുത്തത് എത്രയാണ്? നെക്സ്റ്റ് വരുന്നത് 8,494. നെക്സ്റ്റ് 8,593. 8,980. ഇങ്ങനെയാണ് സ്മോളിൽ നിന്ന് ലാർജിലേക്ക് എഴുതുക. ഇനി ഷോ ദ എമൗണ്ട് കളക്ഷൻ ഓൺ ഫ്രൈഡേ ഇൻ അബാക്കസ് ഡ്രോയിങ് ബീഡ്സ്. അപ്പോൾ അത് അബാക്കസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ 1000-ൽ 8 എണ്ണം വരയ്ക്കണം. 1000-ൽ 8 എണ്ണം വരയ്ക്കണം. അടുത്തത് 100-ൽ 9 വരയ്ക്കണം. പിന്നെ 10s-ൽ 8 വരയ്ക്കണം. പിന്നെ 1s-ൽ 0. സോറി, ഇത് ഫ്രൈഡേയുടെ ആണ് കേട്ടോ. ഇത് ഫ്രൈഡേയിലെ എമൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോറി, മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രൈഡേയിലെ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രൈഡേയിൽ ഇതാണ്. അപ്പോൾ ഇവിടെ 8 ബീഡ് വരയ്ക്കണം. നെക്സ്റ്റ് 5 ബീഡ്സ് വരയ്ക്കണം. നെക്സ്റ്റ് 9 ബീഡ്സ് വരയ്ക്കണം. 1s-ൽ 3 ബേർഡ്സ്. അപ്പോൾ 1000-ൽ 8 ബീഡ്സ്, 100s-ൽ 5 ബീഡ്സ്, 10s-ൽ 9 ബീഡ്സ്, 1s-ൽ 3 ബീഡ്സ്. ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഫ്രൈഡേയിലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഡി ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് ഷുഡ് ബി മെയ്ഡ് ഇൻ ദ അബാക്കസ് ടു ചേഞ്ച് ദ എമൗണ്ട് കളക്റ്റഡ് ഓൺ ഫ്രൈഡേ ടു ദ എമൗണ്ട് കളക്റ്റഡ് ഓൺ വെനസ്ഡേ? പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ഓപ്ഷൻ ഗിവൺ ബിലോ. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ടേക്ക് എ ബീഡ് ഫ്രം ദ 100 പ്ലേസ് ആൻഡ് പുട്ട് ഇൻ ദ 1 പ്ലേസ്. ടേക്ക് എ ബീഡ് ഫ്രം ദ 100 പ്ലേസ് ആൻഡ് പുട്ട് ഇൻ ദ 1 പ്ലേസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ആക്ടിവിറ്റി സേവിങ്സ് ആണ്. ലുക്ക് അറ്റ് ദ എമൗണ്ട് വിത്ഡ്രോൺ ഫ്രം നിഷ സേവിങ്സ്. നിഷയുടെ സേവിങ്സിൽ ഡെപ്പോസിറ്റും വിത്ഡ്രോൺ ആണ് കാണിച്ചിരിക്കുന്നത്. ഡേറ്റ്, എമൗണ്ട്, ബാലൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് ഇത്രയാണ് തന്നിരിക്കുന്നത്. ഹൗ മച്ച് ഇസ് ലെഫ്റ്റ് ഇൻ നിഷ സേവിങ്? നിഷയുടെ സേവിങ്സിൽ ബാലൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവൾ ഡെപ്പോസിറ്റ് ചെയ്ത തുക എന്ന് പറയുന്നത് 9,980 ആയിരുന്നു. അതിൽ നിന്ന് അവൾ വിഡ്രോ ചെയ്തത് എത്രയാണ്? 4,000 രൂപയാണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5,980. ഇപ്പോൾ ബാലൻസ് അക്കൗണ്ടിൽ 5,980 എന്നാണുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 4,000 rupees? പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ. ഇതിനകത്ത് 4,000 rupeesന് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? 6,500, 5,200. ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ, നിഷ വെന്റ് ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ് വിത്ത് എ മണി ഷീ ഹാഡ് വിഡ്രോവൻ. ലുക്ക് അറ്റ് ദ പ്രൈസസ് ആൻഡ് ഐറ്റംസ്. അവൾ വിഡ്രോ ചെയ്ത പൈസയും കൊണ്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. ടീഷർട്ട്, ജീൻസ്, ഫ്രോക്ക്. ഹൗ മച്ച് ഡിഡ് ഷീ സ്പെൻഡ് ബൈ ഓൾ തിങ്സ്? ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ അവൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തു? അപ്പോൾ ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം അല്ലേ? ഓരോന്നും പ്ലസ് ചെയ്യുക. ഓരോ വിലയും പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,305. ഇത്രയാണ് നമുക്ക് കിട്ടുക. സ്പെൻഡ് ചെയ്തത് ഇത്രയാണ്. വെൻ നിഷ ബോട്ട് എ ബാഗ് അലോങ് വിത്ത് ദീസ് ഐറ്റം ദ ടോട്ടൽ എമൗണ്ട് came up to ₹2,900. How much is left with her? അവളൊരു ബാഗും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അവളുടെ കയ്യിൽ അവൾ മൊത്തം എത്രയായി? 2,900 ആയി. ഇനി അവളുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടെന്നാണ്
ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വിഡ്രോ ചെയ്തത് എത്രയായിരുന്നു? വിഡ്രോ ചെയ്തത് 4000 ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4000 നിന്ന് 2900 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1100 എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് കംപ്ലീറ്റ് പാറ്റേൺ. പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 7690, 7580, 7470, 6, 5, 4 എന്ന് പറഞ്ഞു. അപ്പോൾ 7, 3, 9, 8, 7 ആണ്. അപ്പോൾ അടുത്തത് 6 ആണ്. അപ്പോൾ 7360 എന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി ആക്ടിവിറ്റി 4 കലണ്ടർ മാത്താണ്. ഇവിടെ നമുക്ക് October 2 ഗാന്ധി ജയന്തി തേഴ്സ്ഡേ എന്ന് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഈസ് ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് വെനസ്ഡേ ഇൻ ഒക്ടോബർ. ഒക്ടോബറിലെ ഫസ്റ്റ് വെനസ്ഡേയുടെ ഡേറ്റ് ഏതാണെന്ന് ചോദിച്ചാണ്. തേഴ്സ്ഡേ 2 ആണെങ്കിൽ ഫസ്റ്റ് വെനസ്ഡേ ആയിരിക്കും എന്ത് 1-ാം തീയതി എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1-ാം തീയതിയാണ്, ബുധനാഴ്ച. ഇനി ബി ഓൺ വിച്ച് ഡേറ്റ് ഈസ് ദീപാവലി ഇൻ ദ കലണ്ടർ. ഈ കലണ്ടറിൽ ദീപാവലി എന്നായിരിക്കും? ദീപാവലി എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 20th എന്താണ്? 20th ദീപാവലി. നിങ്ങൾ എഴുതി നോക്കിയാൽ മതി. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20-നായിരിക്കും ദീപാവലി. November 1 ഈസ് സാറ്റർഡേ. വാട്ട് ഡേ ഈസ് November 9? November 1 സാറ്റർഡേ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡേ ഈസ് November 9? 9 എന്ന് പറയുന്നത് എന്തായിരിക്കും? സാറ്റർഡേ ആണെങ്കിൽ November 9 എന്ന് പറയുന്നത് സൺഡേ ആയിരിക്കും. ഏതാണ്? സൺഡേ ആയിരിക്കും. ഇനി ഡി ക്വസ്റ്റ്യൻ. December 1 ഈസ് മൺഡേ. ഹൗ മെനി മൺഡേസ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ? December 1 മൺഡേ ആണെങ്കിൽ ഹൗ മെനി മൺഡേസ് ആർ ദെയർ ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ? അങ്ങനെയാണെങ്കിൽ എത്ര മൺഡേസ് ഡിസംബറിൽ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 മൺഡേസ് ആണ് ഉണ്ടാവുക. ഇനി ഈ ക്വസ്റ്റ്യൻ പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ ഗിവൺ ബിലോ. ഹൗ മെനി ഡേയ്സ് ആർ ദെയർ ഫ്രം ദീപാവലി ടു ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഒക്ടോബർ? ദീപാവലിയിൽ നിന്ന് തുടങ്ങി ഒക്ടോബർ ലാസ്റ്റ് ഡേറ്റിലേക്ക് വരുമ്പോൾ എത്ര ദിവസം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 12 days ആണ്. ഇനി ആക്ടിവിറ്റി 5 ബീഡ്സ്, മുത്തുകൾ എന്നുള്ളതാണ്. ഹൗ മെനി ബീഡ്സ് ആർ നീഡഡ് ടു ഗീവ് 36 ബീഡ്സ് ഈച്ച് ടു 4 people? ഇവിടെ 4 കുട്ടികളുണ്ട്. അവരുടെ കയ്യിൽ 36 ആവണമെങ്കിൽ എത്ര എണ്ണം വെച്ചിട്ട് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നീഡ് ടു ഗീവ് 36 ബീഡ്സ് ഈച്ച് 4 people. അപ്പോൾ നമുക്ക് മൊത്തം 4 പേരിലും കൂടി എത്ര ബീഡ്സ് ഉണ്ടാവും? ഇവരിലും 36, ഇവരിലും 36, ഇതിലും 36, ഇതിലും 36. അപ്പോൾ ടോട്ടൽ എത്രയാണ്? എത്ര 36 ഉണ്ട്? 4 36 ഉണ്ട്. അപ്പം 36 × 4 ചെയ്താൽ മതി അല്ലേ? 36 × 4 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 144 എന്ന് കിട്ടും. 144 ബീഡ്സ് ആണ് വേണ്ടത് എല്ലാവരിലും കൂടി. ഇനി രണ്ടാമത്തെ, അനു ആൻഡ് ബിനു ഡിവൈഡ് 36 ബീഡ്സ് അറ്റ് 12 groups of 3 and 18 group of 2. റൈറ്റ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് 36 ആർ ഷോൺ ഇൻ ബിലോ. അപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന പോലെ ഇവിടെയും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 9 × 4 എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പോൾ നമുക്കിവിടെ 9 × 4 എന്ന് എഴുതാം. അടുത്തതിൽ എത്ര എഴുതാം? 6 × 6 36 ആണ് അല്ലേ? അങ്ങനെ എഴുതാം. ഇനി സി 9 × 8 ഈസ് ഈക്വൽ ടു 72. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ റിലേറ്റഡ് ടു 11 × 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 8 added to toys to 72. ഓപ്ഷൻ സി ആണ്. ഇനി നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. ഇഫ് യു മൾട്ടിപ്ലൈ ബൈ നമ്പർ 7 യു ഗെറ്റ് 140. വാട്ട് വിൽ യു ഗെറ്റ് ഇഫ് യു മൾട്ടിപ്ലൈ ദ നമ്പർ നെക്സ്റ്റ് ടു ദ നമ്പർ 7? എത്രയാണ്? നമുക്ക് 147 ആണ്. 147 get 140. What will you get if you multiply? അതായത് 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് 140 കിട്ടി. അപ്പോൾ 140നോടുകൂടി വീണ്ടും 7 കൂട്ടിയാൽ എത്രയായിരിക്കും കിട്ടുക? 147. ഇനി ആക്ടിവിറ്റി 5Bയിൽ സയൻസ് ഫെസ്റ്റ് ആണ്. ഇവിടെ കുറച്ച് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഐറ്റംസും അതിൻ്റെ നമ്പേഴ്സും തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഹൗ മച്ച് ഡിഡ് ഇറ്റ് കോസ്റ്റ് ടു പ്രൊവൈഡ് ബാഡ്ജസ് ടു ദ സ്റ്റുഡൻറ്റ് ഹു പാർട്ടിസിപ്പേറ്റ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ? അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓരോ ബാഡ്ജിനും 6 രൂപയാണെന്ന് ഇതിൽ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ മൊത്തം എത്ര ഇതുണ്ട്? വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. വർക്ക് എക്സ്പീരിയൻസ് ഫെയറിന്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസിന് 30 കുട്ടികളാണുള്ളത്. അപ്പോൾ 30 ×
6 ചെയ്താൽ മതി. 30 × 6 180 അല്ലേ? 180 എന്നാണ്. ഇനി ബി ക്വസ്റ്റ്യൻ, നോട്ട് ബുക്സ് വെയർ ഗിവൺ ഗിഫ്റ്റ് ടു ഓൾ ദ പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദ സയൻസ് ഫെസ്റ്റ്. 1 നോട്ട് ബുക്ക് കോസ്റ്റ് 20 ആൻഡ് ഫൈൻ ദ ടോട്ടൽ കോസ്റ്റ്. അതായത് നോട്ട്ബുക്കാണ് അവർക്ക് സയൻസ് ഫെസ്റ്റിന് സമ്മാനമായിട്ട് കൊടുത്തത്. ഒരു നോട്ട്ബുക്കിന് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നാണ്. അപ്പോൾ ഈ കുട്ടികളുടെ എണ്ണം ടോട്ടൽ നിങ്ങൾ ഇവിടെ കൂട്ടണം. നമുക്ക് ടോട്ടൽ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ആകെ കുട്ടികൾ 100 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബുക്കിന് എത്ര രൂപയാണ്? 20 രൂപയാണ്. അപ്പോൾ 100 × 20 ചെയ്യുക. 100 × 20 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 2000 എന്ന് കിട്ടും. ഇനി കംപ്ലീറ്റ് പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1000, 2000, 4000, ഇവിടെ 16000 തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരട്ടിച്ച് തന്നെ. അപ്പോൾ 4ൻ്റെ ഇരട്ടി എത്രയാണ്? 8000 ആണ്. നിങ്ങളിവിടെ 8000 ഇടണം. ഇനി 10 × 9 90. പുട്ട് എ ടിക്ക് മാർക്ക് ഓൺ ദ കറക്റ്റ് ആൻസർ റിലേറ്റഡ് ടു 13 × 9. ബി ആണ്. 9 ആഡഡ് 3 times to 90. ബി ആണ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.